ഞാനിപ്പോൾ ഗുജറാത്തിലെ സൂറത്ത് എന്ന മഹാനഗരത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ നഗരങ്ങളിലൊന്ന്. രാജ്യത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പ്രധാന കേന്ദ്രം. ഡയമണ്ട് സംസ്കരണത്തിന് പേരുകേട്ട നഗരം. നമുക്കൊരു ടെക്സ്റ്റൈൽ ഫാക്ടറി കാണാൻ പോകാമെന്ന് ഞാൻ ഡ്രൈവർ ജിത്തുവിനോട് പറഞ്ഞു. ഇവിടെ മുഴുവൻ ടെക്സ്റ്റൈൽ ഫാക്ടറികളാണ് ഉള്ളതെന്നാണ് ജിത്തുവിന്റെ മറുപടി. ഈ മുന്നിൽ കാണുന്ന കെട്ടിടങ്ങളിലെല്ലാം അത്തരം ഫാക്ടറികളാണ് പ്രവർത്തിക്കുന്നത്. GIDC അഥവാ ഗുജറാത്ത് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പണിതിട്ടിരിക്കുന്ന കെട്ടിടങ്ങളാണ് ഇതെല്ലാം. ആർക്കു വേണമെങ്കിലും ഇവിടെ വന്ന് ഫാക്ടറി ആരംഭിക്കാം. വളരെ ലളിതമായ വ്യവസ്ഥകളേയുള്ളൂ. ഇവിടെ തന്നെയുള്ള ഒരു ഫാക്ടറി കാണാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ജിത്തു ഇറങ്ങിച്ചെന്ന് ആരോടോ അനുവാദം ചോദിച്ചു. ഒരു പ്രശ്നവുമില്ല, കയറി കണ്ടോളൂ എന്ന് പറഞ്ഞു അവർ. പവർ ലൂം പ്രവർത്തിക്കുന്നതിന്റെ വലിയ ശബ്ദം കേൾക്കുന്നുണ്ട്. അകത്തേക്ക് കയറിയപ്പോഴുള്ള കാഴ്ചയാകട്ടെ ഇതാണ്. ഓരോ ഫ്ലോറിലും നൂറുകണക്കിന് തറികളിൽ തുണി നെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ യന്ത്രങ്ങളാണ്. മനുഷ്യരുടെ സാന്നിധ്യം ഇതിനകത്തെവിടെയും കാണുന്നില്ല. യന്ത്രം നെയ്തുകൊണ്ടേയിരിക്കുന്നു. പല ഡിസൈനിലുള്ള തുണികൾ. വില കൂടിയ തുണിയാണ് ഇവിടെ നെയ്യുന്നതെന്ന് മനസ്സിലായി. മൾട്ടി കളറൊന്നുമല്ല. വെളുപ്പിന്റെ വകഭേദങ്ങളുള്ള തുണിയാണ് ഈ മെഷീൻ നെയ്യുന്നത്. ഒരു കാലത്ത് മനുഷ്യർ കൈകൊണ്ട് ചെയ്തിരുന്ന ഈ നെയ്ത്ത് ഇന്ന് യന്ത്രങ്ങൾ ചെയ്യുന്നു. മനുഷ്യന്റെ സാന്നിധ്യം പോലും ആവശ്യമില്ലാതെ ഓരോ യന്ത്രവും നൂറുകണക്കിന് മീറ്റർ തുണി നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടു നിൽക്കുന്നത് തന്നെ രസകരം. ഇവിടെ നിൽക്കുന്നതാകട്ടെ ആവേശകരവും. കാരണം ഉൽപാദനം നടക്കുകയാണല്ലോ. ഇങ്ങനെ ഉൽപാദനം നടക്കുന്ന കാഴ്ചയാണ് ഒരു നാടിന്റെ പുരോഗതിയുടെ തന്നെ സാക്ഷ്യമെന്ന് പറയാം. നെയ്യുന്ന ഈ തുണികൾ രാജ്യത്തെ ആഭ്യന്തര ഉപയോഗത്തിന് മാത്രമുള്ളതല്ല. തുണിയുടെ വലിയൊരു കയറ്റുമതി രാജ്യം കൂടിയാണല്ലോ ഇന്ത്യ. ലോകത്ത് തന്നെ കോട്ടൺ തുണി ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്. കയറ്റുമതി മാത്രമല്ലല്ലോ, രാജ്യത്തെ 130 കോടിയിലേറെ വരുന്ന ജനങ്ങൾക്കുള്ള വസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നതും ഇത്തരം ഫാക്ടറികളാണ്. ഈ കെട്ടിടത്തിന്റെ 5 നിലകളിലും ഇതുപോലെ യന്ത്രത്തറികൾ തുണി നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്തേക്ക് നടന്നെത്തുമ്പോൾ ഇവിടെ 2 പേരിരുന്ന് നൂല് ക്രമപ്പെടുത്തുന്നുണ്ട്. തറിയിലേക്ക് വെക്കുന്നതിനു മുൻപ് നൂല് ക്രമത്തിൽ ചുറ്റിയെടുത്ത് ഒരുക്കണം. ഊടിനും പാവിനുമുള്ള നൂല്. ഇതിപ്പോൾ ഊടാണ്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണിത്. 1000 നൂലെങ്കിലും ഈ വിധം ഒരുക്കിയെങ്കിൽ മാത്രമേ ഇത് മെഷീനിലേക്ക് കയറ്റാൻ കഴിയൂ. ആദ്യ നിരയിലെ നൂല് ഈ വിധത്തിൽ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കി കാര്യം യന്ത്രം നോക്കിക്കൊള്ളും. മുൻകൂട്ടി നൽകിയ ഡിസൈനിൽ കുറ്റമറ്റ രീതിയിൽ അത് തുണി നെയ്തൊരുക്കും. ഓരോ നൂലായി എടുത്ത് സെറ്റ് ചെയ്യുകയാണ് ഇവർ. ആ പണിയിലാവും ഇവരുടെ വൈദഗ്ധ്യം. ഇവിടെ മറ്റൊരു കാഴ്ചയാണ്. വലിയ റീലുകളിൽ എത്തിയിരിക്കുന്ന നൂലിനെ ചെറിയ റോളുകളാക്കി മാറ്റിയിരിക്കുന്നു. ഈ റോളുകളിൽ നിന്നുമാണ് യന്ത്രത്തിലേക്ക് നൂല് പായുക. യന്ത്രങ്ങൾ സ്വമേധയാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇടയ്ക്ക് നിന്നു പോവുകയോ നൂല് പൊട്ടിപ്പോവുകയോ ചെയ്യുമ്പോൾ ജോലിക്കാർ ഇടപെടും. അവർ ടെക്നീഷ്യന്മാരാണ്. നൂല് പൊട്ടിയാൽ മെഷീൻ താനേ നിശ്ചലമാകും. ചിലപ്പോൾ ഊടിനോ പാവിനോ ഉള്ള നൂല് തീർന്നെന്നിരിക്കും. അപ്പോഴും ടെക്നീഷ്യന്മാർ ഇടപെടുന്നു. അത്രമാത്രമേ മനുഷ്യാധ്വാനം വേണ്ടൂ. ഞാൻ ഫാക്ടറിയുടെ പല നിലകളിലേക്ക് കയറി ഇറങ്ങി നോക്കി. താഴത്തെ നിലയിലും നേരത്തെ കണ്ടതുപോലെ തന്നെ പണി നടക്കുകയാണ്. ഒരേ സമയം എത്ര മീറ്റർ തുണിയാണ് ഇവിടെ നെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുക. ഒരു നിലയിൽ കുറഞ്ഞത് 100 തറികളെങ്കിലുമുണ്ട്. അങ്ങനെയുള്ള 5 നിലകൾ. ഇത്തരത്തിലുള്ള ഫാക്ടറി കെട്ടിടങ്ങൾ ഈ പ്രദേശമൊന്നാകെ പരന്നു കിടക്കുകയാണ്. മറ്റൊരു കെട്ടിടത്തിനടുത്തേക്ക് ചെന്നു. ഈ ഫാക്ടറിയിൽ നിന്നും എംബ്രോയിഡറി ചെയ്ത സാരികളും മറ്റും വാഹനത്തിൽ അടുക്കിക്കൊണ്ടു പോവുകയാണ്. കൃപാലി ഫാഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അതിനകത്തേക്ക് കയറി ചെന്നു. കുറെ തുണികൾ അടുക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് കൃപാലിയുടെ ഓഫീസ്. കമ്പനിയുടെ മാനേജറെ പരിചയപ്പെട്ടു. മഞ്ഞ ടീഷർട്ടിട്ട് നിൽക്കുന്നയാൾ എന്റെ ഡ്രൈവർ ജിത്തുവാണ്. വിജയ് മാളവ്യ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കൃപാലി ഫാഷൻ 2001 പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ്.
ഇവിടുത്തെ പ്രധാനപ്പെട്ട യന്ത്രങ്ങളെല്ലാം ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണെന്ന് വിജയ് മാളവ്യ പറഞ്ഞു. മാനേജർ ഒരു സൂപ്പർവൈസറെ പരിചയപ്പെടുത്തി എന്റെ കൂടെ വിട്ടു. ഫാക്ടറിയൊക്കെ കൊണ്ടു നടന്ന് കാണിക്കാനും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഫാക്ടറി കാണാൻ ചെന്നാൽ അവരെ തുരത്തി ഓടിക്കുകയാണല്ലോ പതിവ്. ഇവിടെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകളാണുള്ളത്. നീണ്ട ഒരു സാരിയുടെ ബോർഡറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന മെഷീനാണിത്. പണ്ട് മനുഷ്യർ കൈകൊണ്ട് ചെയ്തിരുന്ന ജോലി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യന്ത്രം ചെയ്തു തീർക്കുന്നു. മനുഷ്യർ ഇതിങ്ങനെ കണ്ടു നിന്നാൽ മാത്രം മതി. അതിവേഗത്തിലാണ് ഓട്ടോമാറ്റിക് എംബ്രോയിഡറി വർക്ക്. കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്. ഒരേ സമയം അനേകം സൂചികൾ അതിവേഗം തയ്ച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മെഷീനൊന്നുമല്ല. ഓരോ ഫ്ലോറിലും 10ഉം 20ഉം മെഷീനുകളുണ്ട്. അതിൽ 20 സാരികൾ ഒരേ സമയം ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കും. താജിമ എന്ന പേരുള്ള കമ്പനിയുടെ മെഷീനാണിത്. പല ഡിസൈനിൽ ചിത്രത്തുന്നൽ നടക്കുന്നുണ്ട്. ഓരോ നിറമുള്ള ഭാഗത്തും അതാത് നിറമുള്ള നൂൽ കോർത്ത സൂചികൾ വളരെ വേഗത്തിൽ തുന്നൽ പൂർത്തിയാക്കുന്നു. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നതാണ് പ്രത്യേകത. ഏത് ഡിസൈനും കമ്പ്യൂട്ടറിൽ നൽകിയാൽ അതനുസരിച്ച് ഈ മെഷീൻ തയ്ച്ചു തരും. 1964 ജപ്പാനിലെ താജിമ കമ്പനി ഓട്ടോമാറ്റിക് എംബ്രോയിഡറി മെഷീൻ പുറത്തിറക്കിയതോടെയാണ് എംബ്രോയിഡറി രംഗത്ത് യന്ത്രവൽകൃത വിപ്ലവം ആരംഭിച്ചത്. ആദ്യകാലത്ത് 6 സൂചികൾ ഉപയോഗിച്ചുള്ള യന്ത്രത്തുന്നലായിരുന്നു മെഷീൻ നടത്തിയിരുന്നത്. കാലക്രമത്തിൽ താജിമ കമ്പനി പുതിയ സങ്കേതങ്ങൾ കൊണ്ടുവരികയും മെഷീൻ നവീകരിക്കുകയും ചെയ്തു. ഇപ്പോഴും മൾട്ടിഹെഡ് ഓട്ടോമാറ്റിക് എംബ്രോയിഡറി മെഷീനുകളുടെ കുത്തക താജിമ കമ്പനിക്ക് തന്നെയാണ്. സൂപ്പർവൈസർ എന്നെ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ജിത്തുവും കൂടെയുണ്ട്. 5 നിലയുള്ള കെട്ടിടമാണ്. അതിന്റെ എല്ലാ നിലകളിലും ഇങ്ങനെ പണികൾ നടക്കുന്നുണ്ട്. ഈ ഫ്ലോറിലുമുണ്ട് പല പല മെഷീനുകൾ. പല വലിപ്പത്തിലുള്ള ത്രെഡ് റോളുകൾ മെഷീന്റെ നീഡിലുകളിലേക്ക് ഘടിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇതാണ് മെഷീൻ ചെയ്യേണ്ട ഡിസൈൻ ഏതാണെന്ന് മുൻകൂട്ടി നിർദ്ദേശം നൽകുന്ന കമ്പ്യൂട്ടർ സ്ക്രീൻ. ഡിസൈനർമാർ പുതിയ പുതിയ ഡിസൈനുകൾ അവരുടെ കമ്പ്യൂട്ടറിൽ വരച്ചെടുക്കുന്നു. ആ ഡിസൈൻ ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് ഏത് മെഷീനിലേക്കാണ് എന്ന് നിശ്ചയിച്ചു നൽകുകയാണ് പതിവ്. ഇത് കാണുക. കുറെ കൂടി രസകരമായ എംബ്രോയിഡറി വർക്കാണ് ഈ മെഷീൻ ചെയ്യുന്നത്. 6 നീഡിലുള്ള മെഷീൻ യൂണിറ്റുകളാണ്. അതിൽ നിന്ന് പല നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് കമ്പ്യൂട്ടർ നൽകിയിരിക്കുന്ന നിശ്ചിത ഡിസൈൻ അനുസരിച്ച് ചിത്രത്തുന്നൽ നടക്കുന്നു. ഇടയ്ക്ക് ചില മെഷീനുകൾ നിന്നു പോകും. നൂല് തീർന്നതോ പൊട്ടിയതോ ആകാം കാരണം. അതോടെ ആ മെഷീനിൽ ഒരു ചുവന്ന ലൈറ്റ് തെളിയുകയും യൂണിറ്റിലുള്ള എല്ലാ മെഷീനും പ്രവർത്തനം നിർത്തുകയും ചെയ്യും. അപ്പോൾ ടെക്നീഷ്യന്മാരെത്തി നൂല് ശരിയാക്കിയിടുന്നു. പല നിറത്തിലുള്ള ത്രെഡ് റോളുകളിൽ നിന്നുമാണ് മെഷീൻ ആവശ്യമായ നൂലെത്തുന്നത്. 3D പ്രിന്റിംഗ് പോലുള്ള ഒരു സംവിധാനമാണിത്. സിംസും എന്ന ചൈനീസ് കമ്പനിയുടെ മെഷീനാണ്. ഇത്തരം വമ്പൻ മെഷീനുകളുടെ നിർമ്മാണത്തിൽ ലോകത്തു തന്നെ അഗ്രഗണ്യരാണ് ചൈന. അവിടെ നടക്കുന്ന ചില ട്രേഡ് ഫെയറുകളിൽ ഇത്തരം വലിയ മെഷീനറികൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിരുന്നു. ഇവിടെ മറ്റൊരു തുണിയിൽ ഡിസൈൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ തുന്നലെന്ന് കാണുക. ഇങ്ങനെയുള്ള സാരികൾ ഷോറൂമിൽ കാണുമ്പോൾ നമ്മൾ കരുതുക എത്രയോ കലാകാരന്മാർ ഇരുന്ന് സൂചി കൊണ്ട് തയ്ച്ചെടുക്കുന്നതാണ് അതെന്നാണ്. എന്നാൽ മനുഷ്യർ തുന്നുന്നതിലും വൃത്തിയോടെ അതിന്റെ എത്രയോ മടങ്ങ് വേഗതയിൽ ഈ മെഷീൻ അത് ചെയ്തു തീർക്കുകയാണ്. പല നിറങ്ങളിലുള്ള സാരികളിൽ വർക്ക് നടക്കുന്നുണ്ട്. സാരിയുടെ മുന്താണിയിലാണ് ഏറ്റവും കൂടുതൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, പല സാരികളിൽ ഒരേ സമയം ഓരോരോ ഡിസൈനിലുള്ള എംബ്രോയിഡറി വർക്ക് നടത്താമെന്നതാണ്. സാരിയുടെ എണ്ണത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക് എംബ്രോയിഡറി മെഷീൻ യൂണിറ്റുകളുടെ എണ്ണവും കൂട്ടിയാൽ മതിയാകും. പണി കഴിഞ്ഞ സാരികൾ മെഷീനിൽ നിന്ന് അഴിച്ചെടുത്തു മാറ്റുന്നു. വളരെ ചടുലതയോടെയാണ് ജോലികൾ. അങ്ങനെ നിൽക്കെ മറ്റൊരു സൂപ്പർവൈസർ എത്തി. പ്രശാന്ത് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇങ്ങനെ ഏതാനും മുതിർന്ന ഉദ്യോഗസ്ഥരുമുണ്ട് ഈ ഫാക്ടറിയിൽ. എന്നെ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാ ഫ്ലോറിലെയും എല്ലാ മെഷീനും എന്നെ കാണിക്കണമെന്ന കാര്യത്തിൽ സൂപ്പർവൈസർക്ക് നിർബന്ധമുള്ളതുപോലെ എല്ലായിടത്തും ഏതാണ്ട് ഒരേ തരത്തിലുള്ള പണികൾ തന്നെയാണ് നടക്കുന്നത്. ടെക്സ്റ്റൈൽ മില്ലുകളിൽ നിന്നും നെയ്തെടുത്തു കൊണ്ടുവരുന്ന തുണികളിൽ ഡിസൈൻ വർക്ക് ചെയ്യുക മാത്രമാണ് ഈ ഫാക്ടറിയിലെ ജോലി. ഇവിടെ ഒരു മെഷീനിൽ പല നിറമുള്ള കുറേ സാരികൾ നിരത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ഷോറൂമുകളിൽ ചെല്ലുമ്പോൾ ഒരേ ഡിസൈനിൽ പല നിറങ്ങളിലുള്ള സാരികൾ കാണാറുണ്ടല്ലോ.
അത് നിർമ്മിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഡിസൈൻ സെറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് കാണിച്ചു തന്നു. ഇദ്ദേഹം ഈ പണികളെല്ലാം അറിയുന്ന ആളാണ്. പല ഡിസൈനുകൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആർട്ടിസ്റ്റുകൾ ചെയ്ത് നൽകുന്നതാണ്. ആവശ്യമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നീഡിലിന്റെ ചലനമനുസരിച്ച് തുണിയിൽ എങ്ങനെയാണ് ആ ഡിസൈൻ രൂപപ്പെടുന്നതെന്ന് ഈ സ്ക്രീനിൽ കാണാം. പുതിയ തരം എംബ്രോയിഡറി ഡിസൈനുകൾ ചെയ്തു കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇത്തരം കമ്പനികളിൽ സ്ഥിരം ജോലിക്കാരായവരും പുറത്തിരുന്ന് ഡിസൈൻ ചെയ്തു കൊടുക്കുന്നവരും അതിൽ ഉൾപ്പെടുന്നു. അവരുണ്ടാക്കിയ ഡിസൈൻ കമ്പനിയുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെയാണ് മെഷീൻ എടുത്തു നിൽക്കുമ്പോൾ തുണിയിൽ എംബ്രോയിഡറി വർക്ക് പൂർത്തിയാകുന്നത് കാണാനാവുക. രസകരമാണത്. ഞാൻ ആ കാഴ്ച കുറച്ചു നേരം കണ്ടുനിന്നു. ഡിസൈൻ അനുസരിച്ച് ഓരോ നിറമുള്ള നൂല് ഓരോ നീഡിലേക്കും ഫീഡ് ചെയ്ത് നൽകുന്നതാണ് ടെക്നീഷ്യന്മാരുടെ ജോലി. ഏത് സൂചിയിൽ ഏത് നിറത്തിലുള്ള നൂല് വേണമെന്നതൊക്കെ കമ്പ്യൂട്ടർ നിർദ്ദേശിക്കും. ആ ഫ്ലോറിലെ കാഴ്ചകൾ പകർത്തിയ ശേഷം പുറത്തേക്ക് നടന്നു. സൂപ്പർവൈസർ എന്നെ അടുത്ത ഫ്ലോറിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാണ്. പക്ഷേ ഇനി മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നേരത്തെ കണ്ട മാനേജർ വിജയ് മാളവ്യ ഇവിടെയുണ്ട്. ടെലിവിഷനിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ മാളവ്യയ്ക്ക് വലിയ സന്തോഷമായി. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 99544422. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഹബ് എന്നാണ് സൂറത്ത് നഗരത്തിന്റെ വിശേഷണം തന്നെ. 42,000 പവർ ലൂം യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഡൈയിങ്, പ്രിന്റിംഗ്, എംബ്രോയിഡറി തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന മില്ലുകളുടെ എണ്ണം 400-ലധികം വരും. രാജ്യത്തിന്റെ മിക്ക ഭാഗത്തേക്കും വിദേശങ്ങളിലേക്കും സൂററ്റിൽ നിന്നും തുണി കൊണ്ടുപോകുന്നുണ്ട്. 80,000 കോടി രൂപയുടെ തുണിക്കച്ചവടമാണ് ഓരോ വർഷവും ഈ നഗരത്തിൽ നടക്കുന്നത്. അത്ഭുതകരമായ ഒരു കണക്ക് തന്നെയാണത്. സൂറത്ത് നഗരത്തിന്റെ പരിസരങ്ങളിലെല്ലാം വൻതോതിൽ പരുത്തി കൃഷി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ ഫാക്ടറികളിലെ അസംസ്കൃത വസ്തുക്കൾക്ക് ക്ഷാമമുണ്ടാകില്ലെന്ന് ജിത്തു പറയുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കുറെ കാലം ജോലി ചെയ്തയാളാണ് ജിത്തു. സൂറത്തിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് നല്ല അറിവുണ്ട് ഇദ്ദേഹത്തിന്. റോ മെറ്റീരിയൽ ധാരാളമായി ലഭിക്കുന്നു എന്നതാണ് ഗുജറാത്തിലെ വ്യവസായങ്ങളുടെ ഒരു ഗുണം. നമുക്ക് കേരളത്തിലെ ഏത് ഫാക്ടറിയിലേക്കും അസംസ്കൃത വസ്തുക്കൾ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വരണമല്ലോ. മുന്നിൽ ഒരു ഉരുക്കുപാലം കാണാം. അത് നിർമ്മാണത്തിലിരിക്കുന്ന ഗുഡ്സ് ട്രെയിൻ കോറിഡോറിന്റെ പാലമാണ്. അത് പിന്നിടുമ്പോൾ സൂറത്ത് മെട്രോയുടെ പണി നടക്കുന്നത് കാണാം. വൻ നഗരമായ സൂറത്തിൽ മെട്രോ വരുന്നതിന് മുൻപ് തന്നെ കൊച്ചി മെട്രോ പൂർത്തിയായി സർവീസ് തുടങ്ങി എന്നുള്ളത് അത്ഭുതമാണ്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സൂറത്ത് മെട്രോയുടെ തറക്കല്ലിട്ടത്. 12,000 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സൂറത്ത് മെട്രോ 2027 ഡിസംബർ ആകുമ്പോഴേക്കും പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. സൂറത്ത് ആധുനികവും അതേസമയം പുരാതനവുമായ ഒരു നഗരമാണ്. ഏറെ ചരിത്രമുള്ള ഒരു നഗരം. നല്ല ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളും എല്ലാമായി സൂറത്തിലെ ഗതാഗത സംവിധാനമൊക്കെ വളരെ മികച്ചതാണ്. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഗുജറാത്ത് വ്യാവസായികമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും വൻ വളർച്ചയാണ് നേടിയത്. ഈ സംസ്ഥാനത്തുകൂടി സഞ്ചരിക്കുമ്പോൾ അത് മനസ്സിലാവും. നിരവധി പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, 6 വരി പാതകൾ, അതോടൊപ്പം ധാരാളം മോഡേൺ ക്ഷേത്രങ്ങളും വന്നുകഴിഞ്ഞു. നല്ല സൗന്ദര്യമുള്ള ക്ഷേത്രങ്ങൾ. ഇതിവിടുത്തെ കിരൺ ഡയമണ്ട് കമ്പനിയുടെ ഒരു ഫാക്ടറിയാണ്. സൂറത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് കമ്പനിയാണ് കിരൺ. അവരുടെ വിവിധ ഫാക്ടറികളിലായി ഏതാണ്ട് 70,000 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഡയമണ്ട് ഫാക്ടറികൾ മറ്റുള്ള വ്യവസായങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മലിനീകരണം കുറവുള്ളവയാണ്. നെയ്ത്ത്, എംബ്രോയിഡറി ഫാക്ടറികൾ ഒട്ടും മാലിന്യം പുറന്തള്ളുന്നില്ലെന്ന് തന്നെ പറയാം. ഇക്കാണുന്നതും കിരണിന്റെ ഒരു ഫാക്ടറിയാണ്. ഇത്തരം ബഹുനില കെട്ടിടങ്ങളിലാണ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത്. ഡയമണ്ട് ഫാക്ടറികളിൽ വലിയ മെഷീനറിയോ പുകയും ശബ്ദമലിനീകരണവും ഉണ്ടാക്കുന്ന സംവിധാനങ്ങളോ ഇല്ല. ആളുകൾ മേശകൾക്ക് ചുറ്റുമിരുന്നാണ് ജോലി ചെയ്യുന്നത്. ഇക്കാണുന്നതെല്ലാം കിരണിന്റെ ഫാക്ടറികൾ തന്നെ.
ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ഡയമണ്ട് ഉൽപ്പാദകരാണ് കിരൺ ജെംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. മുന്നിൽ കാണുന്നതും മറ്റൊരു വലിയ ഡയമണ്ട് ഫാക്ടറിയാണ്. ഭവാനി ജെംസ് എന്നാണ് അതിന്റെ പേര്. ഏതെങ്കിലും ഒരു ഡയമണ്ട് ഫാക്ടറിയുടെ അകത്ത് കയറി കാണണമെന്ന് ഞാൻ ജിത്തുവിനോട് പറഞ്ഞു. ജിത്തു പലരെയും വിളിച്ചു നോക്കി. പക്ഷേ ഒരിടത്തും അകത്ത് കയറി ചിത്രീകരിക്കാൻ അനുമതി ലഭിച്ചില്ല. വിലയേറിയ ഡയമണ്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് അപരിചിതരെ പ്രവേശിപ്പിക്കാറില്ലത്രേ. ഇവിടെ കരിമ്പുകടകളാണ് ഒരു കാഴ്ച. വലിയ തണ്ടുകൾ മുതൽ ഏതാണ്ട് ഒരടി നീളത്തിൽ മുറിച്ച് കെട്ടിവെച്ചതും ചെത്തിയെടുത്ത് ക്യൂബുകളാക്കി വെച്ചതുമെല്ലാമുണ്ട്. അവിടമൊക്കെ പിന്നിട്ട് യാത്ര തുടരുകയാണ്. സൂറത്തിന്റെ ഡയമണ്ട് പെരുമ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടെങ്കിലുമായി. ഇന്ന് ലോകത്തുൽപാദിപ്പിക്കുന്ന നാച്ചുറൽ ഡയമണ്ട്സിൽ 90% സൂറത്തിന്റെ സംഭാവനയാണ്. ഇപ്പോൾ ഇടതുവശത്ത് വലിയൊരു കെട്ടിടം കാണാം. 15 നിലകളുള്ള ഒരു കൂറ്റൻ ഹോസ്പിറ്റലാണത്. കിരൺ ഹോസ്പിറ്റൽ. ആശുപത്രിക്ക് കിരൺ എന്ന പേര് വരാൻ കാരണമുണ്ട്. സമസ് പടിദാർ ആരോഗ്യ ട്രസ്റ്റിന്റെ ആശുപത്രിയാണത്. 2017 ആശുപത്രി പ്രവർത്തനം തുടങ്ങുമ്പോൾ കിരൺ എന്ന പേര് അതിനിടാൻ കിരൺ ഡയമണ്ട് കമ്പനി 40 കോടി രൂപ നൽകുകയായിരുന്നു. ഇക്കാണുന്നത് SRK ഡയമണ്ട്സ് എന്ന ഫാക്ടറിയാണ്. ഇവിടെയും 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇത് വീനസ് ജുവൽ. അതൊക്കെ കാണുമ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നും. വേറൊരിടത്ത് വഴിയരികിൽ ഇതാണ് കാഴ്ച. കുറെ പേർ റോഡരികിൽ എന്തോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഗതി എന്നറിയാൻ ഞാൻ അടുത്തേക്ക് ചെന്നു. പട്ടത്തിനുള്ള നൂലാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നൂൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പശമുക്കി ബലപ്പെടുത്തുകയാണ്. പട്ടം പറത്താനുള്ള നൂല് ഇങ്ങനെയാണ് തയ്യാറാക്കുക എന്നത് പലർക്കും പുതിയ അറിവായിരിക്കും. പ്രത്യേകതരം പശയും ഗ്ലാസിന്റെ പൊടിയുമെല്ലാം ചേർത്താണ് നൂലിൽ തേക്കുന്നത്. പട്ടം പറത്താനുള്ള ചക്രത്തിലേക്ക് നൂൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണിവിടെ. വലിയ വീലിൽ നിന്ന് ചെറിയ വീലിലേക്ക് അളവനുസരിച്ച് നൂൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നൂലിൽ ചായം മുക്കുന്നതും ഇവിടെ വെച്ചാണ്. ഇതും ഒരു ഫാക്ടറി തന്നെ. എന്നാൽ വഴിയിലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് മാത്രം. കെട്ടിടം വേണ്ട, കറണ്ടും വേണ്ട. ചെറിയൊരു ജനറേറ്ററിൽ നിന്നാണ് ഈ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതി നൽകുന്നത്. സാധാരണ നൂലാണ് ഇവിടെ മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ നൂല് താഴെയുള്ള പാത്രത്തിലെ പശയും ചില്ലുപൊടിയും ചേർന്ന മിശ്രിതത്തിൽ മുങ്ങി മറ്റൊരിടത്തേക്ക് നീണ്ടുപോകുന്നു. വിരലുകളിൽ പ്രത്യേക കവചമൊക്കെ ഇട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. പശയോടൊപ്പം വളരെ നേർത്ത ചില്ലുപൊടി കൂടി ചേർത്തിട്ടുണ്ട്. അത് തട്ടി വിരൽ മുറിയരുത്. നൂലിന് ബലം നൽകുന്നത് ആ പശയും ചില്ലുപൊടിയും ചേർന്നാണ്. നൂല് താഴെയുള്ള പശപാത്രത്തിൽ മുങ്ങി നീണ്ടുപോയി ദൂരെ സ്ഥാപിച്ചിരിക്കുന്ന വലിയ വീലിൽ ചുറ്റും. അതുണങ്ങിയ ശേഷമാണ് പട്ടം പറപ്പിക്കാനുള്ള ചെറിയ വീലിൽ ചുറ്റിയെടുക്കുന്നത്. ഇങ്ങനെ എന്തെന്ത് വ്യവസായങ്ങളാണ് ഇവിടെയുള്ളത്. ഗുജറാത്തിന്റെ റോഡിൽ പോലും വ്യവസായങ്ങളാണ്. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. സൂറത്ത് ഡയമണ്ട് നഗരമായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. 1900 സൗത്ത് ആഫ്രിക്കയിൽ നിന്നെത്തിയ 2 സഹോദരങ്ങളാണ് സൂറത്തിലെ ആദ്യ ഡയമണ്ട് കമ്പനി തുടങ്ങിയത്. ഡയമണ്ട് മിനുക്കുന്ന വിദ്യ അവർ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സ്വായത്തമാക്കി വരികയായിരുന്നു. അവരുടെ കമ്പനി സാവധാനം വളർന്നതിനൊപ്പം സൂറത്തിൽ ഡയമണ്ട് ജോലി ചെയ്യുന്നവരുടെ എണ്ണവും കൂടി. 1960കളിൽ ഗുജറാത്തിലെ പട്ടേൽ സമുദായത്തിൽപ്പെട്ട ആളുകൾ സൂറത്തിൽ വലിയ തോതിലുള്ള ഡയമണ്ട് ഫാക്ടറികൾ സ്ഥാപിച്ചു തുടങ്ങി. അവർ അസംസ്കൃത ഡയമണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും പോളിഷ് ചെയ്ത ഡയമണ്ട് കയറ്റി അയക്കുകയും ചെയ്തു. അങ്ങനെ ആ വ്യവസായം വളർച്ച പ്രാപിച്ചു. 1980 ശേഷം സൂറത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് ഉൽപാദന കേന്ദ്രമായി വളർന്നു. ഇന്ത്യയിൽ 9 ലക്ഷത്തോളം ആളുകൾ ഡയമണ്ട് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അതിൽ പകുതിയിലേറെയും സൂറത്തിലാണ്. വലിയ ഫാക്ടറികൾക്ക് പുറമെ കുടിൽ വ്യവസായങ്ങൾ കൂടി ചേരുമ്പോൾ സൂറത്ത് നഗരത്തിൽ മാത്രം ഡയമണ്ട് സംസ്കരണത്തിനായി 6000 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. താപ്പി നദിയാണ് ഇത്. വിശാലമായ നദി. അത് ക്രോസ് ചെയ്ത് ഞങ്ങൾ മറുകരയിലേക്ക് പോവുകയാണ്. മറുകരയിലെത്തുമ്പോഴും വമ്പൻ കെട്ടിടങ്ങളുടെ പണികൾ നടക്കുന്നത് കാണാം. നഗരത്തിന്റെ പുതിയ ഭാഗങ്ങളിൽ ആധുനിക രീതിയിലുള്ള വമ്പൻ കെട്ടിടങ്ങളാണ് കാഴ്ച. എന്നാൽ മറ്റു നഗരങ്ങളിലേതുപോലെ തിരക്കേറിയതും ചന്തമില്ലാത്തതുമായ ഓൾഡ് ടൗൺ ഏരിയയും ഇവിടെയുണ്ട്.
അടുത്തതായി സൂറത്തിലെ കോട്ട കാണാനാണ് ഞാൻ പോകുന്നത്. വളരെ ചരിത്രമുള്ളൊരു കോട്ടയാണത്. സൂറത്ത് ഫോർട്ട് എന്നും സൂറത്ത് കാസിൽ എന്നും അതറിയപ്പെടുന്നു. കോട്ടയുടെ പാർക്കിങ്ങിൽ ജിത്തു കാർ കൊണ്ടുപോയി നിർത്തി. കൂറ്റനൊരു കോട്ടയാണ് ഇവിടെയുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ അഹമ്മദാബാദിന്റെ രാജാവായിരുന്ന സുൽത്താൻ മെഹമൂദ് മൂന്നാമനാണ് സൂറത്തിൽ വിപുലമായൊരു കോട്ട നിർമ്മിക്കുന്നത്. അക്കാലത്ത് ഇവിടം അഹമ്മദാബാദ് രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അഹമ്മദാബാദ് സുൽത്താൻമാരുടെ ഭരണത്തിനു ശേഷം മുഗളന്മാരും ബ്രിട്ടീഷുകാരുമെല്ലാം ഈ കോട്ട കൈയടക്കി. പുതിയ കാലത്ത് വളരെ ഭംഗിയോടെ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട് കോട്ട. ഞാൻ ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കോട്ടയ്ക്കകത്തേക്കു കയറി. പല കവാടങ്ങൾ കടന്നുവേണം കോട്ടയുടെ അകത്തളത്തിലേക്കെത്താൻ. കഥകളേറെയുള്ള സൂറത്ത് കോട്ടയ്ക്കുള്ളിൽ സഞ്ചാരം തുടങ്ങുകയാണ്.